ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി നോക്കാം. ആദർശിൻ്റെ അമ്മ പറയാണ്, 2 വന്ന് കയറിയതിൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. ഇനി അതിൻ്റെ കൂടെ ഒന്നിനെ കൂടി വിളിച്ചുകൊണ്ട് വരണ്ട. ഈ തറവാടിനെ ചേർന്ന ഒരു മരുമകളെ 2 കൈയും നീട്ടി സ്വീകരിക്കണമെന്നും അവളെ മകളെ പോലെ സ്നേഹിക്കണം എന്നുമാണ് ഞാൻ കരുതിയത്. എന്നിട്ടും അതിനുള്ള ഭാഗ്യവും ഉണ്ടായില്ല. ഇനിയിപ്പോൾ അനാമിക മോളിലൂടെ വേണം അതൊക്കെ പരിഹരിക്കാൻ. അത് പറഞ്ഞവർ പോയപ്പോൾ പറയാണ്, സ്വന്തം മരുമകളെ ഇനി ഏട്ടത്തി എപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ ഭാര്യ പറയാണ്, ഇനി അതിനൊന്നും ചാൻസ് ഇല്ല, ഉടനെ അതിന് ചാൻസ് ഇല്ല. പിന്നെ കാണിക്കുന്നത് നന്ദനെയും കൂട്ടുകാരിയുമാണ്. അപ്പോൾ അവളെ കൂട്ടുകാർ ചോദിക്കുകയാണ്, എന്താ നന്ദുവിൻ്റെ പ്രശ്നം? നീ എന്താ ഇങ്ങനെ കുറച്ച് ദിവസമായല്ലോ ഇങ്ങനെ ആയിട്ട്, അല്ലെങ്കിൽ തല്ലും അടിയും ബഹളവും ഒക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിരുന്നല്ലോ. അപ്പോൾ അവൾ പറയാണ്, എനിക്കിപ്പോൾ ഒന്നിനും കഴിയുന്നില്ല. അതിനുള്ള കാരണമല്ലേ ഞങ്ങൾ ചോദിച്ചത്. കാരണം പറഞ്ഞാൽ എൻ്റെ ഈ അവസ്ഥ മാറ്റിത്തരാൻ നിങ്ങൾക്ക് പറ്റുമോ? നമുക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ പരസ്പരം അത് ഷെയർ ചെയ്യാറുണ്ടല്ലോ. പലപ്പോഴും നമ്മളെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നത് നീ മുൻകൈ എടുത്തിട്ടാ. അങ്ങനെയുള്ളപ്പോൾ നിനക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങളല്ലേ അത് പരിഹരിക്കേണ്ടത്. നന്ദു പറയാണ്, തൽക്കാലം എൻ്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അതെൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. ഇതാ പ്രശ്നം. നമ്മളൊക്കെ അടിച്ച് പൊളിച്ച് നടന്ന് എത്ര പെട്ടെന്നാണ് നിനക്ക് മാറ്റം വന്നത്. നീ കുറച്ച് ദിവസത്തേക്ക് ഞാൻ പഴയതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ കാണാൻ വരാത്തതാണ് നല്ലത്. അതിൽ ഒരാൾ പറയാണ്, അങ്ങനെ നിൻ്റെ പ്രശ്നം പരിഹരിക്കാതെ ഞങ്ങൾ നിന്നെ വിടുന്ന പ്രശ്നമില്ല. നിൻ്റെ പ്രശ്നം കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ആടാ, നിങ്ങളെങ്ങോട്ട് പോവുക? എങ്ങോട്ടെങ്കിലും. നിൻ്റെ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയുന്നില്ലല്ലോ, പിന്നെ ഞങ്ങളെ കാര്യം നിൻ്റോട് എന്തിനാണ് പറയുന്നത്? പിന്നെ കാണിക്കുന്നത് അനിയെയാണ്. അനി പറയാണ്, നിങ്ങൾ പറയുന്ന കാര്യം ശരിയാ, ഞങ്ങൾ തമ്മിലുള്ള അകലം കൂടിയിട്ടുണ്ട്. എന്നാൽ ആ അകലം കൂടുന്തോറും ഞങ്ങളെ മനസ്സുകൾ തമ്മിൽ അടുക്കുക. എന്ന് വെച്ചാൽ എനിക്ക് നന്ദുവിനെ ഭയങ്കര ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ. ഞങ്ങൾക്കത് തോന്നിയിരുന്നു. അവളുടെ മനസ്സിൽ എന്താണെന്ന് നീ അറിഞ്ഞാ? അവൾ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടില്ല, എങ്കിലും അവൾക്ക് എന്നെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവൾ ഇത്രയും വേദനിക്കുന്നത്. ഒരുപക്ഷെ ഇതേപ്പറ്റി ചോദിക്കുമ്പോൾ അവൾ സമ്മതിച്ചു തന്നില്ല എന്ന് വരാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, എൻ്റെ വിവാഹം ഫിക്സ് ചെയ്തതിന് ശേഷം അവൾക്ക് ഇത്രയും നിരാശയുണ്ടായത്. അത് ശരിയാവാനാ സാധ്യത. പക്ഷേ ഞങ്ങളൊക്കെ ഫ്രണ്ട്സായിട്ട് കുറേ കാലമായില്ലേ. അവളങ്ങനെ പ്രേമിക്കുന്ന ടൈപ്പ് അല്ലായിരുന്നു. നന്ദുവിനെ പരിചയപ്പെട്ടതിന് ശേഷം എനിക്കും അവൾക്കും ഇടയിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ എപ്പോഴോ ഞങ്ങൾ 2 പേരുടെയും മനസ്സ് ഇടറിപ്പോയി. അതെപ്പോഴാണ് എന്നറിയില്ല. എൻ്റെ വിവാഹം ഫിക്സ് ചെയ്തപ്പോഴാണ് നന്ദുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായത്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെയായിരിക്കും അവൾക്കും ഇത് തോന്നി തുടങ്ങിയത്. എൻ്റെ കല്യാണം വിളി തുടങ്ങി. എങ്കിലും നന്ദു എനിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അവളെ ഞാൻ വിട്ടുകളയില്ല. പോട്ടെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ? ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരാളെ കൊണ്ടേ പറ്റൂ. അതാരാ? നന്ദുവിൻ്റെ ചേച്ചി തന്നെ, നയനേച്ചി. അത് ശരിയാ. എന്നാൽ പിന്നെ സമയം കളയണ്ട, നമുക്ക് ഇപ്പം തന്നെ പോയി നയനേച്ചിയെ കാണാം. അനന്തപുരി തറവാട്ടിലേക്ക് കയറി ചെന്ന് ഇത് പറഞ്ഞാൽ മറ്റാരെങ്കിലും ഇത് അറിയത്തില്ലടാ. നയനേച്ചിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ നയനേച്ചി പുറത്തേക്ക് വരില്ലേ? അപ്പം പറയാം. നീ വണ്ടി വിട്. അവിടെ എത്തിയപ്പോൾ അവർ പറയാണ്, ഈ കൊട്ടാരം പോലുള്ള വീട് കണ്ടപ്പോൾ തന്നെ പേടിയാവുന്നടാ. അങ്ങനെ പേടിച്ചാലെങ്ങനെയാടാ, നീ വാ. ഡേയ്, നിൽക്കടാ അവിടെ. നയനയുടെ അമ്മയാണത്. നിൽക്കടാ അവിടെ. നിനക്കൊക്കെ എന്താ ഇവിടെ കാര്യം? അല്ല, അത് പിന്നെ ഞങ്ങൾ നയനേച്ചിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ആ, നയനേച്ചിയെ കാണണ്ട, അവളുടെ അമ്മയാണല്ലോ ഞാൻ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്നോട് പറഞ്ഞാൽ മതി. അത് നന്ദുവിൻ്റെ ഇപ്പോഴത്തെ വിഷയത്തിന് കാരണം അനിയാണ്. അത് നന്ദു ഞങ്ങളോട് പറഞ്ഞില്ല, അനിയോട് ചോദിച്ചപ്പോഴാണ് വിവരം പറഞ്ഞത്. നന്ദുവിൻ്റെ പ്രശ്നം അനിയാ. അവൻ്റെ കല്യാണം ഫിക്സ് ചെയ്തതാണ് ഇപ്പോൾ അവൻ്റെ നിരാശയ്ക്ക് കാരണം. എൻ്റെ മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടവും ഇല്ല. അവൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇഷ്ടമുണ്ടെന്ന്? അവൾ പറഞ്ഞില്ല, എന്നാലും അനി പറഞ്ഞ സ്ഥിതിക്ക് അനിക്ക് നന്ദുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യടാ, എന്നാലേ എനിക്കിഷ്ടമല്ല. എനിക്ക് മാത്രമല്ല, എൻ്റെ 2 മക്കൾക്കും ഇഷ്ടമല്ല. പിന്നെ സംഭവിച്ചു പോയതൊക്കെ ശരിയാ. ഇവിടേക്ക് 2 മരുമക്കളാണ് വന്നിട്ടുള്ളത്. പക്ഷേ അവരുടെ ജീവിതം അത്ര സുഖകരമായിട്ടല്ല മുന്നോട്ട് പോകുന്നത്. നീയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾക്ക് കയറി വരാൻ പറ്റിയൊരു വീടാണോ ഇത്? ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരാണോ ഈ വീട്ടിലുള്ളവർ? എന്നിട്ട് പിന്നെ എൻ്റെ 3ാമത്തെ മകളെയും കൂടി ഇങ്ങോട്ടേക്ക് തന്നെ വിടണോ നിനക്കൊക്കെ? എന്താ നീയൊക്കെ ഒന്നും പറയാത്തത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മേലിൽ ഇക്കാര്യം പറഞ്ഞ് എൻ്റെ മോളെ പ്രലോഭിപ്പിക്കരുത്. എടാ, അവളെ പറഞ്ഞ് തിരുത്തുകയല്ലേ വേണ്ടത്.
പക്ഷേ ഇവിടുത്തെ അനിക്ക് അവളെ ഇഷ്ടമാണല്ലോ. അതൊക്കെ പ്രായത്തിൻ്റെ പക്വതക്കുറവ് കൊണ്ട് തോന്നുന്ന ഇഷ്ടമാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞാലേ അതല്ല സ്ഥിതി. ഇനിയിപ്പോൾ എൻ്റെ നന്ദുമോളെ ഈ വീട്ടിലെ മരുമോളാക്കാൻ നോക്കിയാലേ ചിലപ്പോൾ എൻ്റെ 2 മറ്റേ മക്കൾ കൂടി ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരും. അതാണ് ഇവിടുത്തെ സ്ഥിതി. അതുകൊണ്ട് എൻ്റെ മക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ നന്ദൂട്ടിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരിക്കലും കൂട്ടു നിൽക്കരുത്. പക്ഷേ നന്ദു ഇപ്പോൾ ആ പഴയ നന്ദു അല്ല. അവളിപ്പോൾ ആകെ വിഷാദത്തിലാണ്. എടാ, നീയൊക്കെ നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവളെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവളെ വിഷമം മാറ്റിയല്ലേ വേണ്ടത്. ഡാ, ദേ പോയേ ഒരു കാര്യം, ഇനി ഇതും പറഞ്ഞ് ഈ വീട്ടിലേക്ക് വരരുത്. അപ്പോൾ മേളിൽ നിന്ന് നമ്മുടെ നേന വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മയുടെ മുഖം എന്തെങ്കിലും വല്ലാതിരിക്കുന്നേ? അവരെന്തിനാ വന്നേ? ആര്? നന്ദുവിൻ്റെ ഫ്രണ്ട്സ് വന്നത് ഞാൻ കണ്ടല്ലോ. അമ്മ അവരോട് ചൂടാവുന്നതും ഞാൻ കണ്ടു. അത് പിന്നെ അമ്മ എന്തോ കള്ളം പറയാൻ തുടങ്ങുക. അത് വേണ്ട. സത്യം എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അത് വേറൊന്നുമല്ല മോളെ. നന്ദു ഇപ്പോൾ അവന്മാരുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നത് മോളുടെ അച്ഛന് ഇഷ്ടമല്ല. അതുകൊണ്ട് അവളെ ഇപ്പോൾ വീട്ടിന് പുറത്തേക്ക് വിടുന്നില്ല. അങ്ങനെ നന്ദുവിനെ കാണാതെ വന്നപ്പോൾ അവന്മാർ വന്നതാ വിവരങ്ങൾ അന്വേഷിച്ച്. അതല്ലേ ഞാൻ ചൂടായത്. അവരൊക്കെ അവളെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, നല്ല പിള്ളേരല്ലേ. എന്തോന്ന് നല്ല പിള്ളേർ. അതിലൊരുത്തൻ്റെ തല തല്ലി പൊളിച്ചിട്ടാ അവൾ മുൻപൊരിക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയത്. എന്തൊക്കെയായാലും ഇനി അവളുടെ മേലൊരു കടിഞ്ഞാണുണ്ടായേ പറ്റൂ. അവളെ ഇങ്ങനെ കണ്ണും പൂട്ടി വിടാൻ പറ്റില്ല. അമ്മേ, ഇനിയിപ്പോൾ ഞാൻ പോയി അവന്മാരെ കാണണോ? ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവന്മാരെ പാട്ടിന് പോട്ടെ മോളെ. നന്ദുവിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അമ്മയും അച്ഛനും ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ ഭയങ്കര ടെൻഷനില്ല. അവൾക്കെന്തോ കാര്യമായിട്ട് തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ അമ്മ തുറന്ന് പറയുന്നില്ല. അവളുടെ എല്ലാ കുഴപ്പത്തിനും കാരണേ ഇത് കൂട്ടുകാരൊക്കെയാണ്. അവന്മാരുമായിട്ടുള്ള ബന്ധം ഇല്ലാതാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങളും തീരും. പിന്നെ കൂട്ടുകാരൊക്കെ നന്ദുവിൻ്റെ അടുത്തെത്തി. എന്നിട്ട് പറയാണ്, നിൻ്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. അതിൻ്റെ കാരണക്കാരൻ തന്നെയാണ് ഞങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്. ആര്? അനി തന്നെ. അതിന് അനിയോട് നിങ്ങളെന്താ പറഞ്ഞേ? ഞങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ അനി പറഞ്ഞു അവൻ തന്നെയാണ് നിന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ശല്യോ? അവനോട് നിനക്കിഷ്ടമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് പറഞ്ഞൂടെ? എനിക്കങ്ങനെ ഒരു ഇഷ്ടമില്ല. എന്നാൽ കേട്ടോ, അനി പറഞ്ഞു അവന് നിന്നെ ജീവനാണെന്ന്. കല്യാണം നിശ്ചയിച്ചെങ്കിലും നിനക്ക് സമ്മതമാണെങ്കിൽ എന്ത് റിസ്ക് എടുത്തും നിന്നെ കെട്ടാൻ അവൻ തയ്യാറാണ്. ഒരു മടിയും കൂടാതെയാണ് അവൻ പറഞ്ഞത്. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ അനിയോട് ഡിസ്കസ് ചെയ്തത്? അവനോട് മാത്രമല്ല, നിൻ്റെ നയനേച്ചിയെ കാണാനും ഞങ്ങൾ നിൻ്റെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ കണ്ടത് നിൻ്റെ അമ്മയാ. അതോടെ എല്ലാം തകിടം മറിഞ്ഞു. ഞങ്ങളെ അവിടുന്ന് ആട്ടിപ്പായിച്ചു. ദേ, നീയൊക്കെ മൊത്തത്തിൽ കൊളാക്കിയല്ലോടാ. ഞാൻ നിന്നെയൊക്കെ പറഞ്ഞു വിട്ടുവെന്ന് അമ്മ കരുതി കാണും. അങ്ങനെ കരുതുന്നേ അങ്ങനെ കരുതട്ടെ. മോളുടെ മനസ്സ് അമ്മ അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? ദേ, അമ്മയോട് പറഞ്ഞെന്നിരിക്കട്ടെ, ഇനി എൻ്റെ ചേച്ചിമാരോടും മറ്റുള്ളവരോടും പറയാൻ പാടില്ല. അതുപോലെ തന്നെ എന്നോട് ചോദിക്കാതെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള സാഹസങ്ങളൊന്നും കാണിക്കരുത്. ഇത് സാഹസമല്ല നന്ദു. ഒരുപാട് നാളായി കൂടെയുള്ള സുഹൃത്തിനൊരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കേണ്ടത് ഞങ്ങളെ കടമയാണ്. ദേ, എൻ്റെ ജീവിതത്തെപ്പറ്റി നീ ഒന്നും ചിന്തിക്കണ്ട. അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അനി പറഞ്ഞ പോലെ നിനക്കവനോട് ഇഷ്ടമുണ്ടോ? അവൻ്റെ വിവാഹം ഫിക്സ് ചെയ്തതാണോ നിൻ്റെ വിഷമത്തിന് കാരണം? അത് ചോദിക്കാൻ എന്താടാ, നമുക്ക് ഉറപ്പല്ലേ. എന്തുറപ്പായിന്ന്? അവന് നിന്നെ എത്രമാത്രം ഇഷ്ടമാണോ അതിൻ്റെ ഇരട്ടി നിനക്ക് അവനെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നീ ഇങ്ങനെ ഒരു വിഷാദ രോഗിയാവില്ലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾക്ക് എങ്ങനെ ഒന്നിപ്പിക്കാൻ പറ്റുമോ അത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം തന്നെ കൊളറിൽ പിടിച്ചു. ഡാ, മേലിൽ എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരിടത്തും പോകാൻ പാടില്ല. അതെനിക്കിഷ്ടമല്ല. പറഞ്ഞത് മനസ്സിലായോ നിനക്ക്? ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ? അയ്യോ, അറിയില്ല. അവൾക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ്, അതുറപ്പാ. പിന്നെ കാണിക്കുന്നത് അനിയെയും ആദർശിനെയുമാണ്. അപ്പോൾ ആദർശ് പറയാണ് അനിയോട്, എടാ, നീ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കാതെ നിനക്ക് പോയി കല്യാണം വിളിക്കാറ് എവിടെയെങ്കിലുമൊക്കെ. അവൻ പറഞ്ഞത് കേട്ടില്ലേ മോനെ? കേട്ടു അമ്മേ. ഇവനൊന്നും ഒരു താല്പര്യവും ഇല്ല. അത് പിന്നെ താല്പര്യമൊക്കെ ഉണ്ടായിക്കൊള്ളൂ. ഉത്തരവാദിത്തങ്ങൾ കുറച്ചൊന്നും അല്ലല്ലോ ഇനി ഇവനെ ഏൽപ്പിക്കാൻ പോകുന്നത്. 3 ബ്രാഞ്ചും നോക്കി നടത്തണമെന്ന് പറഞ്ഞെങ്കിലും പുതിയതായി തുടങ്ങുന്ന നമ്മുടെ മറ്റേ ബ്രാഞ്ച് അതിൻ്റെ MD ഇവനെ ആക്കാമെന്നാ ഞാനും ജയേട്ടനും തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം കൂടി അവനെ ഏൽപ്പിച്ചാൽ അവനിത് താങ്ങുമോ?
അതിലേക്ക് അവൻ വരണം. അങ്ങനെ വെറുതെ പിള്ളേർ കളിച്ച് നടക്കാൻ പറ്റുമോ? മൊത്തത്തിൽ മാറേണ്ട സമയം കഴിഞ്ഞു. ഇവനൊന്ന് ആക്റ്റീവാണ് ആയിരുന്നെങ്കിൽ എൻ്റെ ജോലി ഭാരം കുറഞ്ഞേനെ. അതിന് അഭിയേയും കൂടി കാര്യങ്ങൾ ഏൽപ്പിക്കാമല്ലോ. അപ്പോൾ ആദർശ് പറയാണ്, അപ്പച്ചി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരെയല്ലേ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കാൻ പറ്റൂ. അത് ശരിയാ, അഭിയുടെ കള്ളത്തരങ്ങൾ കൈയോടെ പിടിച്ചതുകൊണ്ടാ അവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. അത് മാത്രമാണോ ഈ അടുത്ത സമയത്ത് നയന വരച്ച ഡിസൈൻ അഭിയുടേതാണെന്ന് പറഞ്ഞ് അവൻ കള്ളമല്ലേ പറഞ്ഞത്? അതിന് അപ്പച്ചിയും കൂട്ടുനിന്നു. പിന്നെങ്ങനെയാ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാണ്. ഈ വീടിന് ചേർന്ന ഒരു മരുമോള് വരുമ്പോൾ അവളുടെ നിലക്കും വിലക്കും അനുസരിച്ച് ഇവനെയും ഉയർത്താനാ എൻ്റെയും അച്ഛൻ്റെയും തീരുമാനം. അതോടൊപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കേണ്ടത് നീയാണ് നേനെ. അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ അതേപ്പറ്റി ഞാൻ നിന്നോട് മാത്രമേ ചോദിക്കൂ. അതെന്താ വല്യമ്മേ, എൻ്റെ ഭാര്യയായി വരുന്നവൾക്ക് കയ്യും കാലുമില്ലേ? അവൾക്ക് വേണ്ടതൊക്കെ അവൾക്ക് ചെയ്തൂടെ? അവളൊരു ചെറിയ കുട്ടിയാ. അടുക്കള പണിയോ മറ്റുള്ള പണികളോ ഒന്നും അവൾ ഇതുവരെ ചെയ്തിട്ടുണ്ടാവില്ല. അവളെ സഹായിക്കേണ്ടത് മൂത്ത മരുമകൾ എന്നുള്ളത് ഇവളെ കടമയാ. അതിവൾ ഭംഗിയായി നിർവഹിച്ചേ പറ്റൂ. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. അത് കൂടെ പറയണ്ട അമ്മേ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അവളുടെ അമ്മ പറയാണ്, അല്ലെങ്കിലും നയനമ്മളുടെ ഒരു കാര്യം പറഞ്ഞാൽ അവൾ കൃത്യമായിട്ട് ചെയ്തോളും. അപ്പോഴാണ് ആദർശിൻ്റെ ഫോൺ ശബ്ദിച്ചത്. ഹലോ. ഓക്കെ. അന്ന് നവ്യയെ ഒരുത്തൻ ബ്ലാക്ക്മെയിൽ ചെയ്തല്ലോ. നിർമ്മൽ. അവൻ്റെ ഒരടുത്ത സുഹൃത്തിനെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിലൂടെ പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താൻ പറ്റുമെന്നാണ് SI പറഞ്ഞത്. അവരെ കണ്ടുകിട്ടിയിട്ട് വേണം യഥാർത്ഥ പ്രതി ആരാണെന്ന് മനസ്സിലാക്കാൻ, നയന പറയാണ്. യഥാർത്ഥ പ്രതി ആരായിരുന്നാലും ശരി, ഈ നിർമ്മലുമായിട്ട് നിൻ്റെ ചേച്ചി കൂട്ടായിരുന്നല്ലോ. അതാണ് നിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ടാ കയറി വരുന്ന മരുമകളെ നന്നായി നോക്കണമെന്ന് പറഞ്ഞത്. ആ കുട്ടിയൊക്കെ നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നവരാ. അപ്പച്ചി നേരെ പോയത് മകൻ്റെ അടുത്താണ്, അബിയുടെ അടുത്ത്. എന്നിട്ട് പറയാണ്, എടാ നിൻ്റെ ഒരു കൂട്ടുകാരൻ തരികിട പരിപാടിയൊക്കെ കാണിച്ചില്ലേ? അവൻ്റെ ഒരു കൂട്ടുകാരനെക്കുറിച്ച് വിവരം കിട്ടിയെന്നും പറഞ്ഞ് ഇപ്പോൾ പോലീസ് വിളിച്ചു ആദർശിനെ. എടാ അവനെ പിടിച്ചു കഴിഞ്ഞാൽ നിൻ്റെ പേര് പറയത്തില്ലേ? അതോടെ ചിലപ്പോൾ നീ ഈ വീട്ടിൽ നിന്ന് പുറത്താവും, കൂടെ ഞാനും. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ, പിടിച്ചേ. അബി ഫോൺ വിളിച്ചതിന് ശേഷം പറയാണ്, പേടിക്കാനൊന്നുമില്ല, അവൻ എവിടെയോ മുങ്ങി കിടക്കുകയാണ്. അതുകൊണ്ടാണ് പോലീസ് പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയില്ല. നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ അവസാനം നമ്മൾക്ക് വള്ളിയായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മയെ ചെയ്യുന്നത്. അതിങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് ആർക്കറിയാം. എടാ നമ്മളെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ആ നയന, അവളുടെ അമ്മ, അവരൊക്കെ പല വഴികളും നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അബദ്ധങ്ങൾ കാണിക്കരുത്. നിന്നെ വലിയ ഡിസൈനറാക്കാൻ നോക്കി, അവിടെയും തകർന്നു പോയി. ഇപ്പോൾ ഈ വീടിൻ്റെ ജ്വല്ലറിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചത് നയനയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അതിൻ്റെ കൂടെ നീ വഴിവിട്ട് സഞ്ചരിച്ചെന്നറിഞ്ഞാൽ ക്യാൻസർ വന്ന മുത്തശ്ശനാ. അങ്ങേർക്കിനി മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. നിന്നെ പുറത്താക്കിയത് തന്നെ. ഇപ്പോഴേ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് അനി കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അവന് പല ബ്രാഞ്ചുകളും തീരെഴുതി കൊടുക്കാൻ പോവുക. ആദർശാണ് സ്വന്തം മോനെങ്കിലും ആദർശിനേക്കാൾ അധികാരം അനിക്ക് കൊടുക്കണമെന്നാ ഇപ്പോൾ ഏട്ടത്തി പറയുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ആദർശിൻ്റെ ഭാര്യയെ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വീടിൻ്റെ അന്തസ്സിനനുസരിച്ച് കയറി വരാൻ പോകുന്നത് അനിയുടെ പെണ്ണാ. അതുകൊണ്ട് അവളായിരിക്കും ഇനി ഈ വീട്ടിലെ താരം. അങ്ങനൊരു താരം എവിടേക്ക് കയറി വരുമ്പോൾ അവളുടെ ഭർത്താവായ അനിക്ക് കൂടുതൽ അംഗീകാരം കൊടുക്കണമെന്നാ ദേവയാനി എന്ന നിൻ്റെ അമ്മായി പറയുന്നത്. ഒട്ടും പക്വതയില്ലാത്തവനാ അനി. അവനെ ഇത് ഏൽപ്പിച്ചാൽ അവനിതെല്ലാം എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഞാനിപ്പോൾ ആലോചിക്കുന്നത്. നമ്മളങ്ങനെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാം അവന് കൊടുക്കാൻ പോവല്ലേ. ഇനി കയറി വരുന്ന പെണ്ണിനെ ഏൽപ്പിക്കും ഇവിടെയുള്ള പല ബ്രാഞ്ചുകളും. അവസാനെ നീ തൊഴിലാളിയായിട്ട് ജീവിച്ച് മരിക്കും. മൂർത്തീസ് ജ്വല്ലറിയുടെ തലപ്പത്ത് നീ ഇരിക്കുമെന്ന് സ്വപ്നം കണ്ട് നടന്നവളാ ഞാൻ. അതേ ഇനി വെള്ളത്തിൽ വരച്ച വരയാണ്. ഒരിക്കലും അത് നടക്കത്തില്ല. അതും പറഞ്ഞ് അവർ പോവുകയാണ്. അപ്പോൾ അവൻ ഇടയിൽ കയറിയിട്ട് പറയാണ്, അങ്ങനെയൊന്നും പറയണ്ട അമ്മേ, എൻ്റെയും സമയം വരും. ഞാൻ ചത്ത് മേലോട്ട് പോകുമ്പോഴായിരിക്കും അത് സംഭവിക്കാൻ പോകുന്നത്.
അങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോൾ നാളെ അടുത്ത ഭാഗവുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.